പാടില്ല കുട്ടി പാടില്ല. ആജിത്ത് പാല ആജിത്ത്. ഓക്കെ അപ്പോൾ നോലുമ്പ് തുടങ്ങിയതിൻ്റെ ശേഷമുള്ള ഒരു ദിവസം കണ്ടാലോ. അപ്പോൾ രാവിലെ ഒരു 5:45 കാമ്പിളിക്ക് എഴുന്നേക്കും. പിന്നെ കുളിയെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ കറക്റ്റ് 6 മണിയായിട്ടുണ്ടാവും. അപ്പോൾ കാത്തുമ്മയും ഏട്ടനും നല്ല ഉറക്കമാണ്. അങ്ങനെ ഞാൻ മെല്ലെ ഡോറൊക്കെ പൂട്ടി ഇനി ഞാൻ പോകുന്നത് വീട് അടിച്ചുടയ്ക്കാനാണ്. അമ്മ പറഞ്ഞിട്ട് കുളി ഞാൻ അടിച്ചതോടെ കഴിഞ്ഞ് അടുക്കളയൊക്കെ ക്ലീനാക്കി തുടച്ചതിൻ്റെ ശേഷം മാത്രമാണ് ഫുഡ് ഉണ്ടാക്കാൻ പാടുള്ളൂ എന്ന്. അപ്പോൾ ഞാൻ വേഗം തന്നെ തുടയ്ക്കാനൊക്കെ പോവുകയാണ്. എനിക്ക് എന്തൊരു പണി ചെയ്യുകയാണെങ്കിലും അത് എൻ്റെ ഭംഗിപ്പോലെ തന്നെ ചെയ്യണം കേട്ടോ. എനിക്ക് കാണിച്ചു കൂട്ടി അടിച്ചു തുടയ്ക്കുന്നതാണെങ്കിലും ഒന്നും ഇഷ്ടമല്ല. ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ ഭംഗിപ്പോലെ വൃത്തി പോലെ തന്നെ ചെയ്യണം. അപ്പോൾ ഞാൻ ചെരുപ്പൊക്കെ മാറ്റി വേഗം തന്നെ അടിച്ചു വരുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇത് കഴിഞ്ഞിട്ട് അടുക്കളയിൽ കയറാൻ ഇന്ന് നമുക്ക് ഡേ കെയർ പോകുന്നതുകൊണ്ട് തന്നെ അവൾക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ എനിക്ക് റെഡിയാക്കണം കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഈശ്വര നോലുമ്പോൾ തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു റൊട്ടീൻ കൊണ്ടുപോകുന്നത്. രാവിലെ എനിക്ക് കുളിച്ച് ഫുള്ളും വൃത്തിയാക്കി തിരുമ്പള തുണികളൊക്കെ തിരുമ്പിയതിൻ്റെ ശേഷം ബാക്കിയുള്ള പണികൾ നോക്കുന്നത്. ഞാൻ സെറ്റും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കുന്നുണ്ട്. ധാളും കാര്യങ്ങളൊക്കെ അടിച്ചു വരികയാണ്. ഞാൻ ഫുള്ളും അടിച്ചു വരുന്നതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. കാരണം വീഡിയോയും കൂടി നമ്മളൊപ്പം കൊണ്ടുപോകാൻ നമ്മൾ ടൈം ഫുള്ളും ലേറ്റായി പോവും. അപ്പം നമ്മൾ വിചാരിച്ച പ്ലാനിങ് ഒക്കെ മാറി പോകുന്നതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് അവിടെ നിന്നൊക്കെ ചെറിയ വീഡിയോസ് മാത്രമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കരടോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഒരു വൈകിട്ട് 6 മണിയാകുമ്പോൾ അടിച്ചുടയ്ക്കും. രാത്രി കിടക്കുന്ന നേരത്തെ ഒന്ന് അടിച്ചു വരിട്ടിട്ടാണ് കിടക്കുക. അതുകൊണ്ട് തന്നെ വലിയ പണിയോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ജസ്റ്റ് എല്ലായിടത്തും പൊടിയൊക്കെ തട്ടി ഒന്ന് ക്ലീൻ ആക്കാമെന്ന് മാത്രമേ ഉള്ളൂ. കരടാണെങ്കിലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പം ഞാൻ വേഗം തന്നെ തുടച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ നമ്മൾ കാത്തുമ്പോൾ എഴുന്നേൽക്കുമ്പോൾ അവളെ ഉറക്കാനും പോകണം. അപ്പം എൻ്റെ ടൈം ഫുള്ളായിട്ട് തെറ്റി പോവുകയാണ്. ശരിക്കും ഇങ്ങനെ ഈ പണിയെല്ലാം കഴിഞ്ഞ് ഒരു 7:30 ആവും ഞാനൊന്ന് അടുക്കളയിൽ കയറണമെങ്കിൽ. അടുക്കളയത്തെ തുടയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ഒരു 8 മണി ആയിട്ടുണ്ടാവും. അതിൻ്റെ ശേഷം വേണമെങ്കിൽ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പരിപാടി അവളുടെ ഡ്രസ്സെല്ലാം ഊരി അവളെയും കുളിപ്പിച്ച് അവളുടെ ഡ്രസ്സും കഴുകുക എന്നുള്ളതാണ്. പുറത്തെല്ലാം മുന്നേ ഒരുപാട് അണുക്കളും കാര്യങ്ങളെല്ലാം അവളുടെ ഡ്രസ്സും അവളുടെ ദേഹത്തൊക്കെ ഉണ്ടാവും. ഞാൻ ഡ്രസ്സ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൾ ജനിച്ച അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. അത് വേറെ ഒന്നല്ല, നമ്മളെ ലവ് ലാപ്പിൻ്റെ തന്നെ ബേബി ലിക്വിഡ് ഡിറ്റർജൻ്റ് ആട്ടാ. അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. കോൺസെൻട്രേറ്റഡ് ഫോർമുലയാണ്. അതേപോലെ ആർട്ടിഫിഷ്യലായിട്ടുള്ള മണമോ കളറോ ഒന്നും ഇതിലില്ല കേട്ടോ. അതേപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിറ്റർജൻറ്റ് കൊണ്ട് കുഞ്ഞുങ്ങളുടെ ഡ്രസ്സ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇറിറ്റേഷനും കാര്യങ്ങളും വരാൻ ചാൻസ് കൂടുതലാണ്. ഈ ഒരു ഡിറ്റർജൻറ്റിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ സ്കിന്നിന് വേറെ അലർജിയോ ഇറിറ്റേഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അതേപോലെ തന്നെ pH ബാലൻസ്ഡും ആണ് കേട്ടോ. അതേപോലെ തന്നെ കുട്ടികളുടെ സ്കിൻ എപ്പോഴും നല്ല സോഫ്റ്റ് ആയിരിക്കാനും സ്കിന്നിന് വരെ ഡാമേജ് വരാതിരിക്കാനും ഇത് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അതേപോലെ ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡും ആണ്. നമ്മളെ കുട്ടികളുടെ ഡ്രസ്സിലുള്ള ഫുഡിൻ്റെ കറിയാണെങ്കിലും എന്ത് വലിയ കറിയാണെങ്കിലും പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതേപോലെ ഒരുപാട് പ്രത്യേകതയുള്ള ഡിറ്റർജൻ്റ് ആണ് ഇത്. അപ്പം നിങ്ങൾക്കും പർച്ചേസ് ചെയ്യണമെങ്കിൽ ഒരു ഡീറ്റെയിൽസ് ഞാൻ വീഡിയോ താഴെ കൊടുക്കുക. അപ്പം നിങ്ങൾ എന്തായാലും പർച്ചേസ് ചെയ്തൊക്കെ. അപ്പോൾ കാത്തും വരുന്നിട്ട് കരഞ്ഞിട്ടുള്ള നിപ്പണി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ അപ്പോൾ വേഗം എടുത്തിട്ട് കൊണ്ടുകിടത്ത് ഉറക്കാൻ നോക്കുകയാണ്. അവൾ 9 മണിയാകുമ്പോൾ എഴുന്നേറ്റാൽ മതി, അല്ലെങ്കിൽ എനിക്കൊരു പണിയും ചെയ്യാൻ സമ്മതിക്കില്ല കേട്ടോ. അവൾ എഴുന്നേറ്റ് പിന്നെ ഞാൻ അവളെ എടുക്കണം, അവളെ കാര്യം നോക്കണം. അവൾക്ക് ഫുഡ് അപ്പം തന്നെ വേണം. കുളിക്കാതെ ഫുഡ് കൊടുക്കാനും പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഉറങ്ങുമെന്ന് പറഞ്ഞിട്ട് പിടിച്ച് കിടത്തി. അവളെ പാട്ട് പാടി ഉറക്കിയതിന് ശേഷം ഞാൻ പിന്നെ പോകുന്നത് ഒന്ന് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. എന്തായാലും വീഡിയോ എടുക്കുന്നില്ല. വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ സാധാരണ നിൽക്കുന്ന കൂറ ലുക്കിലും നിൽക്കാൻ പാടില്ലല്ലോ. അതും പോരാഞ്ഞിട്ട് എൻ്റെ കുളി കഴിഞ്ഞ് ഞാൻ കുറച്ച് മേക്കപ്പ് ഒക്കെ ചെയ്യും. ഫെയർ ലവ്ലി ഇടും, കുങ്കുമം ഇടും, പൊട്ട് കുത്തും, ലിപ്സ്റ്റിക് ഇടും. അതൊക്കെ ഞാൻ ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. ചിലപ്പോൾ രാവിലെ നമ്മൾ അത്ര നേരത്തെ കുളിക്കാത്തതുകൊണ്ട് അങ്ങനെ ചെയ്യാറില്ല. പക്ഷെ വീഡിയോ എടുക്കുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്ന് സെറ്റാവുന്നുണ്ട്. ഇനി നമുക്ക് പോയിട്ട് വേഗം വിളക്ക് കത്തിക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് അടുക്കളയിൽ കയറാൻ വേണ്ടിയിട്ട്. അതിന് ഞാൻ വേഗം പോയി വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വിളക്കൊക്കെ കത്തിക്കാന്ന് വെച്ചാൽ. പക്ഷെ പലപ്പോഴും എൻ്റെ മടി കൊണ്ടോ എൻ്റെ സിറ്റുവേഷൻ കൊണ്ടോ ഒക്കെ എനിക്കങ്ങനെ നടക്കാറില്ല. ഒന്നുമില്ല, നമ്മൾ ലേറ്റായിട്ട് വന്ന് കിടക്കുക. അപ്പോൾ എഴുന്നേൽക്കുമ്പോൾ ലേറ്റ് ആകും. പിന്നെ നമുക്ക് കുളിക്കാനുള്ള ടൈം ഉണ്ടാവില്ല. അപ്പോൾ വേഗം ഫുഡൊക്കെ ഉണ്ടാക്കി കാത്തുമ്പോൾ ഡൈക്കറിൽ വിട്ടേക്കുക എന്നുള്ള മൈൻഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. അവളെ പോകുമ്പോഴേക്കും പിന്നെ വിളക്ക് കത്തിക്കാനുള്ള ടൈം നമുക്ക് കിട്ടില്ല കേട്ടോ. കുളിച്ച് നേരം ആളെ വിട്ടയച്ച് വരുമ്പോൾ നമ്മൾ ഒരു 10 മണിയായിട്ടുണ്ടാവും. അപ്പം ഞാൻ വൈകുന്നേരത്ത് വിളക്ക് കത്തിക്കും. അങ്ങനെയൊക്കെയാണ് പല ദിവസങ്ങളും പോവുക. പിന്നെ എനിക്കിങ്ങനെ വീട്ടിലത്തെ പണിയെല്ലാം കഴിഞ്ഞാൽ അവിടെ ഫുള്ളും നല്ല സ്മെല്ല് വേണം. അപ്പോൾ ഈ കുന്തിരിക്കത്തിൻ്റെ ഒക്കെ ഒരു ഇതുണ്ടാവില്ലേ, ചന്ദനത്തിരി പോലത്തെ, അപ്പോൾ അത് ഞാൻ കത്തിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ ഈ മെഴുകുതിരി കത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും നല്ല സ്മെല്ലാണ്. അപ്പോൾ അതൊക്കെ ഞാൻ കത്തിച്ച് വയ്ക്കുന്നുണ്ട്. അപ്പയും മോള് നല്ല ഉറക്കാട്ടാ.
അപ്പം എനിക്കുള്ള ആകെ എൻ്റർടൈൻമെൻറ്റ് ഇതൊക്കെയാണ്. എനിക്കാണെങ്കിൽ അനിയനോട് വർത്താനം പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ചെയ്യണം. എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കുന്നത് തീരെ ഇഷ്ടമല്ല. പക്ഷേ അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് മതി. എനിക്കൊരു ഒറ്റയാളെ ഹെൽപ്പ് പാടില്ല. ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടത് എൻ്റെ ഒറ്റയ്ക്ക് ചെയ്യണം എന്നുള്ള ഒരാളാണ്. പിന്നെ ഇതാ ഞാൻ വേഗം അടുക്കളയിൽ കയറി അടുക്കളയൊക്കെ തുടയ്ക്കുന്നുണ്ട്. ഞാൻ എല്ലാം ക്ലീനാക്കി ഇട്ടതാണ്. ജസ്റ്റ് നനഞ്ഞ തുണി കൊണ്ട് ഫുള്ളും തുടച്ചെടുക്കണമെന്നുള്ളൂ. ഇനി അടുക്കള വൃത്തികേടായിട്ടൊന്നുമില്ല. പിന്നെ ഞാൻ ഫ്രൂട്ട്സ് ഇന്നലെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കവർന്നും മാറ്റിയിട്ടില്ല. അത് ഇന്ന് വേണം മാറ്റാൻ വേണ്ടിയിട്ട്. എനിക്ക് ഇന്നലെ ഇതൊക്കെ കഴിയുമ്പോൾ നല്ല ലൈറ്റായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വേഗം കിടന്ന് ഉറങ്ങുക ചെയ്തത്. പിന്നെ കുറച്ച് ഇഡ്ഡലി മാവ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇഡ്ഡലിയും സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കാത്തുമ്മ വീണ്ടും എഴുന്നേറ്റു. ഞാൻ അവളടുത്ത് പോയി പാട്ടുപാടി ഉറക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് കുറച്ച് വലിയ കുട്ടിയാണ്. അവരെ കാര്യം നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ല. നമുക്ക് നമ്മളെ കാര്യം മാത്രം നോക്കിയാൽ മതി. ഞാൻ രാവിലെ എഴുന്നേറ്റ് അവൾ എഴുന്നേൽക്കണ വരയ്ക്ക് എനിക്കൊരു 4-5 വട്ടം ഉറക്കാൻ വേണ്ടി പോയി കിടക്കണം. ഞാൻ ചെന്നാലേ പറ്റും. കണ്ണടച്ച് കിടന്ന് കരയും. അത് ആരെടുത്താലും ശരിയാവില്ല. ഞാൻ എന്നെ എടുക്കണം, ഞാൻ എന്നെ അവളെ സെറ്റാക്കണം, അങ്ങനത്തെ വാശിയുള്ള ഒരാളാണ്. പിന്നെ ഞാൻ അതിന് ടൈം കണ്ടല്ലേ പറ്റൂ. ഞാൻ വേഗം സാമ്പാർ ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. സാമ്പാർ ഉണ്ടാക്കാനും ഇഡ്ഡലി ഉണ്ടാക്കാനും. പിന്നെ നമുക്ക് തലേദിവസം ചോറ് വെക്കാൻ പറ്റുന്നില്ല. ഞാൻ മുന്നേ തലേദിവസം ചോറ് വയ്ക്കും. അപ്പോൾ കുഴപ്പമില്ല വെച്ചിട്ട്. ഇപ്പോൾ നോലുമ്പായതുകൊണ്ട് അതും പറ്റുന്നില്ല. നമുക്ക് രാവിലെ തന്നെ ചോറ് വയ്ക്കണം. അടുപ്പിനാണെങ്കിൽ തരി പോലും തീയില്ല കേട്ടോ. ഭയങ്കരമായിട്ട് തീ കുറഞ്ഞു വരുന്നുണ്ട്. എന്താ കാര്യം എന്നറിയില്ല. ശരിക്കും അടുക്കളയിൽ പണിയെടുക്കുന്നവർക്ക് ഇങ്ങനെ വല്ല കാര്യം ഉണ്ടെങ്കിൽ ഭയങ്കര ഇറിറ്റേഷനായിരിക്കും. എനിക്കും ദേഷ്യം വന്നുകൊണ്ടേയിരിക്കും. പിന്നെ ദേഷ്യം വന്നാൽ ഞാൻ അത് ഇടയ്ക്ക് വെച്ച് ഏട്ടൻ്റെ മേത്ത തീർക്കുക. അവനോട് ഏട്ടാ അതങ്ങനെയാണ് ഇതിങ്ങനെയാണ് എന്നിട്ട് അവനും ഇത് 2 ഓടിയിട്ടാൽ എനിക്ക് കുറച്ച് സമാധാനം കിട്ടും. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അരി അടപ്പത്തിടാണ്. ഇനി ഇത് ഇപ്പം ഇട്ടാലാണ് കാത്തുമ്മ പോകുന്ന ടൈം ആകുമ്പോഴേക്കും എനിക്ക് ചോറായി കിട്ടുള്ളൂ. അപ്പം ഞാൻ വേഗം തന്നെ അരി കഴുകി അടുപ്പത്തിടുന്നുണ്ട്. അപ്പം എനിക്ക് ഇതേപോലെ വേട്ടം കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, വെള്ളം തിളച്ചതിൻ്റെ ശേഷമല്ല അരി ഇടാന്ന്. ഞങ്ങളങ്ങനെയല്ല കേട്ടോ. ഞാനായാലും അമ്മയായാലും ഇങ്ങനെ തന്നെയാണ്. നമ്മൾ ആ കലത്തിൽ തന്നെ അരി കഴുകി അതിൽ വെള്ളം നിറച്ച് വയ്ക്കും. അപ്പോൾ തിളച്ച് വരുമ്പോൾ പിന്നെ നമ്മൾ അരി ഇടാൻ വേണ്ടി നിൽക്കണമെങ്കിൽ തിളച്ച വെള്ളത്തേക്ക് ഈ അരി ഇടുമ്പോൾ കൈമിക്ക് വെള്ളം തെറിക്കുമെന്ന് ചെറിയ പേടിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇഡ്ഡലി തട്ടൊക്കെ കഴുകിയിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് ഓയിൽ വെച്ചിട്ട് നന്നായി പുരട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാ കളിയിലും. അപ്പം നമുക്ക് ഇഡ്ഡലി ഒട്ടി പിടിക്കാതെ കിട്ടും. ഇതെനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയണ കാര്യം തന്നെയാണ്. ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. പിന്നെ ഞാൻ വേഗം തന്നെ കലം അടുപ്പത്ത് കയറ്റി വയ്ക്കുന്നുണ്ട്. ഇവിടെ പൈപ്പിന് സ്പീഡ് കുറവ്. എനിക്കതൊക്കെ അയച്ചൊന്ന് ക്ലീൻ ആക്കണം. പക്ഷെ അത് അയക്കാനുള്ള ഒരു സാധനം എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. എന്താ എൻ്റെ പേരെന്ന് എനിക്കറിയില്ല. പിന്നെ ഞാൻ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. കാത്തുമ്മനെ എഴുന്നേറ്റ് വരികയാണെങ്കിൽ ഏട്ടന് ചായയും കാത്തുമ്മയ്ക്ക് പാലും കൊടുക്കാമല്ലോ വെച്ചിട്ട് ഞാൻ അത് ഏട്ടനുള്ള ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അമ്മ പറഞ്ഞിട്ടുണ്ട് നോലുമ്പായിരിക്കുമ്പോൾ കുളിച്ച് വന്ന് അപ്പം തന്നെ ഫുഡൊക്കെ കൊടുക്കണമെന്ന്. അപ്പം ഞാൻ അതിനനുസരിച്ചാണ് ഓരോ കാര്യം ചെയ്യുന്നത്. പിന്നെ കുറച്ച് മാവുള്ളൂ കേട്ടോ. അപ്പം അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനും ഏട്ടനൊക്കെ ഇപ്പോൾ ഫുഡടി ഭയങ്കരമായിട്ട് കുറച്ചു. ഭയങ്കര കുറവ് ക്വാണ്ടിറ്റിയാണ് കഴിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. കാത്തുമ്മയ്ക്ക് ഡേക്കറിക്ക് കൊടുത്തേക്കാനും കാത്തുമ്മയ്ക്ക് രാവിലെ കഴിക്കാനും മാറ്റിയതിന് ശേഷം പിന്നെ എന്താണ് ബാക്കിയുള്ളത് അത് ഞങ്ങൾ രണ്ടാളും കഴിക്കാമെന്ന് വിചാരിച്ചു. ഇത് ഇന്നലത്തെ മാവായിരുന്നു. അപ്പം അതിൻ്റെ ബാക്കി കുറച്ചുണ്ടായിരുന്നുള്ളൂ. അപ്പം അതുകൊണ്ട് ഇനിയിപ്പോൾ വേറെ ഒന്നിനും നോക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഉള്ള മാവൊക്കെ ഒഴിച്ച് ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കാൻ സെറ്റ് ചെയ്ത് വയ്ക്കുന്നുണ്ട്. എനിക്ക് ഫുള്ളും തട്ടിൽ വരാൻ വേണ്ടിയിട്ട് ഞാൻ കുഞ്ഞ് ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് എൻ്റെ ഒരു തരം പ്രാന്താണെന്നും വേണമെങ്കിൽ പറയാം. ഇങ്ങനത്തെ സൈക്കോകൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും കമൻറ്റ് ചെയ്തോളൂ. പിന്നെ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേറെ കഷ്ണങ്ങളൊന്നുമില്ല കേട്ടോ. ആകെ ഉള്ളത് ഉരുളൻകിഴങ്ങും സവോളയും തക്കാളി മാത്രമാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് സാമ്പാർ ഉണ്ടാക്കാൻ പോകുന്നത്. കാത്തുമ്മയ്ക്ക് ഉരുളൻകിഴങ്ങ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അവർക്ക് സാമ്പാറിൽ മെയിനായിട്ട് അതുണ്ടായാൽ മതി. മുരിങ്ങക്കായാണ് ഏറ്റവും മെയിനായിട്ടുള്ളൊരു ഐറ്റമെങ്കിലും ഞങ്ങൾ മുരിങ്ങക്കായിട്ട് സാമ്പാർ ഉണ്ടാക്കുന്നത് വളരെ കുറവാട്ടോ. ഏട്ടനായാലും ഞങ്ങൾ ആരും മുരിങ്ങക്കായ അങ്ങനെ അധികം കഴിക്കില്ല. എൻ്റെ വീട്ടിൽ ഇഷ്ടമാണ്, പക്ഷെ ഇവിടെ ഏട്ടനൊന്നും വലിയ താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ മുരിങ്ങക്കായിട്ട് സാമ്പാർ വയ്ക്കൽ വളരെ കുറവാണ്. എന്തായാലും ഉള്ളതുകൊണ്ട് നമുക്ക് സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ച പോലെയല്ല. കുണുക്കിന് വയ്യാത്തതുകൊണ്ട് എൻ്റെ അമ്മ വീട്ടിലൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എൻ്റെ അമ്മ വിളിച്ചു ഇവിടെ ഒന്നും ഉണ്ടാക്കിയില്ല പറഞ്ഞപ്പോൾ ഞാൻ അമ്മ പറഞ്ഞു അവിടെ കള്ള സാമ്പാർ വെച്ചിട്ടുണ്ട്, ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, ഞാൻ കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞു. പക്ഷെ കൊണ്ടുപോയി കൊടുത്തപ്പോൾ അമ്മയും പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. ഏട്ടനും പറഞ്ഞു കേട്ടോ കഴിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയുന്നതായിരിക്കും. അത്ര വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. പ്രത്യേകിച്ച് സാമ്പാറിൻ്റെ ഒരു പ്രശ്നങ്ങളും ഇല്ല. പിന്നെ ഞാനൊക്കെ എത്രയോ പെട്ടെന്നാണ് ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. ടേസ്റ്റ് പോലും ഞാൻ നോക്കില്ല കേട്ടോ. നേരെ ഒന്നിൻ്റെയും അതിനുള്ള ടൈം പോലും നമുക്ക് കിട്ടില്ല. ഞാൻ വേഗം ഉണ്ടാക്കി കാത്തുമ്മനെ വിട്ടയക്കുക എന്നുള്ള മൈൻഡ് സെറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാണ് നമ്മൾ ഇഡ്ഡലി ആയിട്ടുണ്ടായത്. അപ്പോൾ അതിന് എടുക്കാനുള്ള
തുണിയായിട്ട് ഞാൻ എടുക്കാൻ പോകുന്നത്. തുണിയല്ല, ഞാൻ നമ്മളെ നെസ്റ്റോന്ന് മേടിച്ചാണ് ഈ ഒരു ഐറ്റം. നല്ല ആട്ടോ, നമുക്ക് അതിന് ചൂട് കിട്ടുക കാര്യങ്ങളൊന്നുമില്ല. ഇത് ഓൺലൈനിലും കിട്ടാനുണ്ട്, പക്ഷെ എനിക്ക് ഓൺലൈനിൽ നിന്ന് മേടിക്കാൻ പേടിയായിട്ട് ഞാൻ നെസ്റ്റോന്നാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അടിപൊളി ഐറ്റം, നമുക്ക് അതിന് ചൂടോ കാര്യങ്ങളൊന്നും വരുന്നില്ല, നന്നായി പിടിക്കാനും പറ്റും. പിന്നെ അതാ ഞാൻ സാമ്പാറിന് വേണ്ടി ആദ്യം കുറച്ച് പരിപ്പ് എടുത്തിട്ട് നന്നായി കഴുകിയിട്ട് കൊണ്ടുവരുന്നുണ്ട്. അതിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇനി അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ടിട്ട് നമുക്കത് വേവിക്കാം. ഒരു 3-4 വിസിൽ മതി. അപ്പം അത് വേഗം വേവിച്ച് വന്നിട്ട് നമുക്ക് ഞയ്ക്കുള്ള കൂട്ടുകളും കറിയിടാം. ഞാൻ പച്ചക്കറി ഉള്ളതൊക്കെ ഞാൻ അരിഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്നും വെന്ത് കിട്ടാൻ വേണ്ടോ. അതേപോലെ നാളികേരം വേണം സാമ്പാറിന്. ഞാനാണെങ്കിൽ ഇതുവരെയ്ക്കും നാളികേരം വെട്ടിയിട്ടേ ഇല്ല. എൻ്റെ ലൈഫിൽ ഇതുവരെയ്ക്കും ഞാൻ നാളികേരം വെട്ടിയിട്ടില്ല. ഏട്ടൻ തന്നെയാണെങ്കിൽ എല്ലാം ചെയ്തു തരാറ്. പണ്ട് അമ്മ വെട്ടി തരും, കല്യാണം കഴിഞ്ഞപ്പോൾ ഏട്ടൻ ചെയ്തു തരും. അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കിയതിൻ്റെ പാത്രവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഞാൻ അപ്പം കഴുകി മാറ്റി വയ്ക്കുന്നുണ്ട്. അല്ലെങ്കിൽ ലാസ്റ്റ് ആകുമ്പോഴേക്കും ഒരുപാട് പാത്രങ്ങളാകുമ്പോൾ നമുക്ക് പണിയെടുക്കാൻ തോന്നില്ല. എനിക്ക് മാക്സിമം എന്നോട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അപ്പം ചെയ്ത് വയ്ക്കും. ഒരുപാട് വൃത്തികേടായി കഴിഞ്ഞാൽ എനിക്ക് ആകെ ദേഷ്യം വരും. പിന്നെ ഞാൻ ആ ദേഷ്യം ആരെങ്കിലും മേത്ത് തീർത്തതിന് ശേഷമാണ് ഞാൻ അടുത്ത പണിയിലേക്ക് കിടക്കുള്ളൂ. ഇനി ഞാൻ നാളികേരം വെട്ടാൻ പോകട്ടെ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പ്രാർത്ഥിച്ച് തൊട്ട് നിരയിൽ വെച്ചിട്ടാണ് ഞാൻ നാളികേരം വെട്ടുന്നത്. എൻ്റെ കൈമ കൊള്ളൂ എന്നുള്ള പേടിയൊക്കെ എനിക്കുണ്ടായിരുന്നു. ഈ നേരത്ത് ഏട്ടനെ വിളിച്ച പിന്നെ കാത്തുമ്മ എഴുന്നേറ്റ് പോരും, അതുകൊണ്ടാണ് ഞാൻ ഏട്ടനെ വിളിക്കഴിഞ്ഞ്. പക്ഷേ എനിക്ക് നാളികേരം വെട്ടാൻ പറ്റി. അതിൻ്റെ ശേഷം ഇപ്പോൾ ഞാൻ 2-3 വട്ടം നാളികേരം വെട്ടിയിട്ടാണ് ഞാൻ സെറ്റായി. ഞാൻ അത് പഠിച്ചിരിക്കുന്നു. അമ്മയ്ക്ക് കത്തി വെളിച്ചെണ്ണ ഇതൊക്കെ പേടിയായിരുന്നു മക്കളെ കയ്യിൽ തരാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ അമ്മ ഇങ്ങനത്തെ ഒരു ഐറ്റംസ് ഒന്നും അധികം തരില്ല. പിന്നെ വെളിച്ചെണ്ണയൊക്കെ നമ്മൾ വല്ലതും വറക്കാനൊക്കെ നിൽക്കും. പക്ഷെ നാളികേരം പൊതിക്കിയതൊന്നും അമ്മ നമ്മൾക്ക് തരുന്ന ഡ്യൂട്ടിയേ ഇല്ല കേട്ടോ. അതുകൊണ്ടായിരിക്കും ഞാൻ ഇതൊന്നും ഇത്ര നാളും പഠിക്കാതിരുന്നത്. പിന്നെ ഞാൻ സാമ്പാറിന് അരപ്പുണ്ടാക്കണ വേഗം നാളികേരമൊക്കെ ചെരുകിയെടുക്കുന്നുണ്ട്. എനിക്ക് നാളികേരം ചെരുകാനും എനിക്ക് അത്ര കണ്ടുള്ള അറിവൊന്നുമില്ല. എനിക്ക് ഭയങ്കര മടിയുള്ള കാര്യമായിരുന്നു. വീട്ടിൽ അച്ഛനെ ചെയ്തത്, അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനത്തെ പണിയിലേക്കൊന്നും കടക്കേണ്ടി വരാറില്ല. പക്ഷെ ഇപ്പം നമുക്ക് സ്വന്തം വീടാകുമ്പോൾ നമ്മൾ ചെയ്തല്ലേ പറ്റൂ. പിന്നെ ആ നാളികേരമൊക്കെ ചെരുകി വെച്ചതിന് ശേഷം ഞാൻ വന്നിട്ട് ഇഡ്ഡലിയൊക്കെ ഞാൻ ഒരു പാത്രത്തിൽ മാറ്റി വയ്ക്കുന്നുണ്ട്. കുറേ നേരം ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അത് ഉണങ്ങിപ്പോവും. നമ്മൾ മേടിക്കണ മാവായതുകൊണ്ട് തന്നെ കുറച്ച് സോഫ്റ്റ് കുറവാണ്. അപ്പം ഞാൻ അതിൻ്റെ കൂടെ ഉണങ്ങും കൂടി വേണ്ടല്ലോ വെച്ചിട്ട് ഞാൻ വേഗം തന്നെ അത് പാത്രത്തിൽ മാറ്റി വയ്ക്കുന്നുണ്ട്. ഇതേപോലെ രാവിലത്തെ പണികളുടെ ഇടയിൽ അമ്മ അടുക്കളയിലായിരിക്കും, ഞാൻ അടുക്കളയിലായിരിക്കും. എന്നാലൊന്ന് വീഡിയോ കോൾ ചെയ്ത് എന്തെങ്കിലുമൊക്കെ സംസാരിക്കും. അതേപോലെ തന്നെ എന്തെങ്കിലും ഉണ്ടാക്കാനുള്ള സംശയങ്ങളുണ്ടെങ്കിൽ അതും ചോദിക്കാറുണ്ട്. ഞാൻ അതിനധികം പച്ചക്കറി ഉപ്പേരികളൊന്നും ഞാൻ അധികം ഉണ്ടാക്കാറില്ല കേട്ടോ. ഏട്ടനും വലിയ താല്പര്യമൊന്നും ഇല്ല. ഏട്ടന് എപ്പോഴും പരിപ്പ് അല്ലെങ്കിൽ തക്കാളി കറി, ഇതാണ് അവന് ഇഷ്ടമുള്ള ഫുഡ്. നമുക്ക് എന്നും ഇത് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ കാബേജ് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിലെനിക്ക് ചെറിയ ഡൗട്ട് വന്നപ്പോൾ ഞാൻ അതും കൂടി ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അമ്മേനെ വിളിച്ചത്. ഇനി നമുക്ക് സാമ്പാറിനുള്ള അരപ്പ് സെറ്റാക്കാം. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് അതിലേക്കൊരു അരമുറി നാളികേരം ഇട്ട് കൊടുത്തു. ഞാൻ വളരെ കുറച്ച് സാമ്പാർ ഉണ്ടാക്കാനുള്ളൂ, കാരണം നമുക്ക് പിറ്റേ ദിവസത്തെ യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലേക്കൊരു 4-5 ചുവന്നുള്ളി ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് പരിപ്പും ഉഴുന്നും ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഞാൻ നന്നായി വറുത്ത് കിട്ടാം. കുറച്ച് ഉലുവയും കൂടി ഇട്ടിട്ടുണ്ടല്ലോ. ഞാൻ ഒറ്റയ്ക്കാണ്, ഞാൻ അങ്ങനെ ഇളക്കി എടുക്കുന്നുണ്ട് കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോയാലോ. അപ്പം ഞാൻ അതൊക്കെ ഇട്ടിട്ട് വേഗം വറുത്തെടുക്കുന്നുണ്ട്. അവസാനം ഈ ഒരു വറവാകുമ്പോൾ നമുക്കതിലേക്ക് ഒരു 2 ടീസ്പൂൺ മുളകും പൊടി, ഞാൻ വളരെ കുറച്ചുണ്ടാക്കില്ല, നിങ്ങളെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ഇടാം. ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ട് അത് ഞാൻ ഒന്ന് വറുത്ത് സെറ്റാക്കി അതിൻ്റെ പച്ചമണക്ക് പോയി വരുമ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അല്ലെങ്കിൽ പാത്രത്തിൻ്റെ ചൂടിരുന്നിട്ട് അത് കൂടുതൽ മുരിഞ്ഞു പോവും. അപ്പോൾ അതിനൊരു കൂട്ടിക്കറിയുടെ ടേസ്റ്റ് വരും. സാമ്പാർ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അരപ്പ് കറക്റ്റ് പാകമായാലാണ് ഒരു കളറും ടേസ്റ്റും കിട്ടുള്ളൂ എന്ന് അമ്മ പറയും കേട്ടോ. അമ്മ പണ്ടൊക്കെ ഞങ്ങൾക്ക് ഇത് വറക്കാൻ തരില്ല. അങ്ങനെ മെല്ലെ മെല്ലെ അമ്മ എന്നെ പഠിപ്പിച്ചെടുത്തു. പിന്നെ വീട്ടിൽ ഞാൻ തന്നെയാണ് സാമ്പാറിന് വറക്കാറ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പാകം എനിക്ക് കറക്റ്റാണ്. പിന്നെ ഈ പരിപ്പൊക്കെ വെന്തോന്നും ഞാൻ അതിലേക്ക് സബോളയും ഉരുളക്കിഴങ്ങും തക്കാളിയൊക്കെ ഇട്ട് ഞാൻ അത് വേവട്ടെ. അവിടെ ഇരുന്നിട്ട് കഷ്ണങ്ങളൊക്കെ വേവണമായിരിക്കും, നമ്മൾ ഫ്രീ ആണ്. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നിട്ട് കാബേജൊക്കെ അരിയുന്നുണ്ട്. ഇങ്ങനെ തന്നെയാണോ കാബേജ് അരിയാന്ന് വെച്ചാൽ എനിക്കറിയില്ല. എൻ്റെ വീട്ടിലും ഞാൻ അധികം ഉണ്ടാക്കുന്ന ഒരു ഉപ്പേരിയല്ല കാബേജ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല. അങ്ങനെ കഷ്ണങ്ങൾ വെന്തോന്നും ഞാൻ അതിലേക്ക് കുറച്ച് പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരപ്പ് തണുത്ത് വന്നു. അപ്പോൾ ഞാൻ നമുക്കത് അരച്ചെടുക്കാം. ഞാൻ മിക്സിയിലിട്ട് നല്ല ചാന്ത് പോലെ അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നല്ല ലൂസായിട്ട് ചാന്ത് പോലെ അരച്ചെടുത്തതിന് ശേഷം
നമ്മൾ കഷ്ണങ്ങളൊക്കെ വെന്ത് പുളിയൊക്കെ ഒഴിച്ചിട്ടുണ്ടല്ലോ അതിലേക്ക് ഈ അരപ്പും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എളുപ്പമാണ് ഈ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, പക്ഷെ ഭയങ്കര ടേസ്റ്റാട്ടാ. അമ്മേരെ സാമ്പാർ ഇഷ്ടമാണ് ഒരുപാട് ആൾക്കാർ പണ്ടുണ്ടായിരുന്നു. പണ്ട് ഞാനൊക്കെ പഠിക്കാൻ പോകുമ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ സാമ്പാർ കൊടുക്കുമ്പോൾ അവരൊക്കെ പറയും നല്ല ടേസ്റ്റാന്നൊക്കെ. അതുകൊണ്ട് എനിക്ക് എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന സാമ്പാർ, എനിക്കിങ്ങനെ സാമ്പാർ പൊടി ഇട്ടിട്ട് ഒന്നും സാമ്പാർ ഉണ്ടാക്കാൻ എനിക്ക് താല്പര്യമില്ല. എനിക്കിങ്ങനെ സാമ്പാർ ഉണ്ടാക്കിയാലാണ് എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ, അത് സാമ്പാറായിട്ട് ഫീൽ ചെയ്യുള്ളൂ. എനിക്ക് പുറത്ത് പോയാലും ഒന്നും സാമ്പാറിനോട് വലിയ താല്പര്യമില്ല. ഈ ഒരു സാമ്പാറിന് അത്രയും ടേസ്റ്റാണ്, നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി വെക്കണം. പിന്നെ ഞാൻ സാമ്പാർ കായ ഇട്ട് കൊടുക്കുന്നുണ്ട്, എൻ്റെ പൊടിയാണ്. അപ്പോൾ അത് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി ഇനി തിളച്ചൊന്ന് നമുക്ക് ഓഫ് ചെയ്യാം. പിന്നെ കടുക് കാച്ചി അത്രയ്ക്കുള്ളൂ. അപ്പോൾ ഞാൻ ഒരു ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കാത്തുമ്മ ചമ്മന്തി കഴിക്കുമെന്ന് എൻ്റെ ഷോർട്സ് ഇട്ട ടൈമിൽ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവൾ നന്നായിട്ട് എരിവ് കൂട്ടിട്ടു, അവൾക്ക് ചമ്മന്തിയിൽ എരിവ് കാര്യങ്ങളൊന്നും ഒരു പ്രശ്നമല്ല. അതിൽ ഞാൻ കുറച്ച് കുത്തിയ മുളക് ഇട്ട് കൊടുത്തു. അതൊക്കെ മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു ചെറിയ പീസ് പുളിയും. എനിക്ക് എപ്പോഴും ചമ്മന്തിയിൽ പുളി ഇടണം, എനിക്ക് തക്കാളിയുടെ പുളി മാത്രം മതിയാവില്ല. ഞങ്ങൾ ചെറിയ പീസ് പുളി എന്തായാലും ഇട്ട് കൊടുക്കും, അത് ഏതൊരു ചമ്മന്തിയിലാണെങ്കിലും ഇട്ട് കൊടുക്കും. എൻ്റെ വീട്ടിൽ എല്ലാവർക്കും എരിയാണേലും പുളിയാണേലും ഉപ്പാണേലും കുറച്ചിങ്ങനെ മുൻതൂക്കം നിൽക്കണം, എനിക്കത് കുറവ് പാടില്ല. അപ്പോൾ ഞാൻ കാബേജ് ഉപ്പേരിക്കുള്ള ചുവന്നുള്ളിയും പച്ചമുളകൊക്കെ അരിഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് ഇതാ നമ്മൾ കാത്തുമ്മ വീണ്ടും എഴുന്നേറ്റിട്ടുണ്ട്. ഞാൻ ആദ്യം അവളൊന്നെടുത്ത് താരാട്ട് പാടി വയ്ക്കും. അപ്പോൾ അവൾ ഉറങ്ങില്ല എന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ എടുത്തോടുന്നു തോന്നണു. ഇനി അവളെ ഞാൻ ഉറക്കിയിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ അവളെയും കൊണ്ട് പോന്നു. ഇനിയും അവൾ ഉറങ്ങിയില്ല. അവൾക്ക് ഒരു ഏകദേശം ഒരു ഉറക്കത്തിൻ്റെ ടൈമുണ്ട്, അത് കഴിഞ്ഞാൽ അവൾ ഉറങ്ങുന്നില്ല. അങ്ങനെ കാത്തുമ്മനെ എടുത്ത് അടുക്കളയിൽ വന്നതിന് ശേഷം ഞാൻ ഉപ്പേരി ഉണ്ടാക്കാൻ നോക്കണം. അപ്പോൾ ഞാൻ പാത്രത്തേക്ക് ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു, അതിലേക്ക് കടുക് ഇട്ടിട്ട് കടുകെല്ലാം പൊട്ടി വരുമ്പോൾ നമുക്ക് ചുവന്നുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം കേട്ടോ. പേട്ടനും എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്നെ പറഞ്ഞു ഏട്ടാ വേഗം കാത്തുമ്മനെ എടുത്തുകൊണ്ട് പോകും, എനിക്ക് കടുകൊക്കെ ഇടുമ്പോൾ പൊട്ടി തെറിക്കും എന്നുള്ള പേടി കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഏട്ടാ വേഗം എടുത്തുകൊണ്ട് പോകുമെന്ന് പറയുന്നത്. ഇപ്പം ഞാനപ്പോൾ ചെയ്യുന്നത് സാമ്പാറിന് വറുത്ത ഇടാട്ടാ, അതിൻ്റെ ശേഷം നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സാമ്പാറിന് കടുക് ഇട്ടു, അതിലേക്ക് ഉഴുന്നും പരിപ്പും ഇട്ട് കൊടുക്കുക, മുഴുവൻ ഇട്ട് കൊടുക്കുക, കറിവേപ്പില ഇട്ട് കൊടുക്കുക. നന്നായി വറുത്ത് വരുമ്പോൾ നമുക്ക് നേരെ സാമ്പാർ കൊട്ടി കഴിഞ്ഞാൽ സാമ്പാറിൻ്റെ പണി അവിടെ തീരും കേട്ടോ. പിന്നെ നമുക്ക് സാമ്പാറിലേക്ക് തിരിഞ്ഞ് നോക്കണ്ട. മുഴുവൻ മുളക് ഞാൻ ഒരു 3 ഇട്ടിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു വളരെ കുറച്ച് സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഒറ്റ നേരത്തേക്ക് ഞങ്ങൾക്ക് എല്ലാവരും കഴിക്കാനുണ്ടായി, അച്ഛനും അമ്മയ്ക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്താ ഞാൻ ഉപ്പേരി ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ പാത്രത്തേക്ക് ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു. അതിൻ്റെ ഇടയിൽ അമ്മ വിളിച്ചതാട്ടാ. ഉണ്ണിയാളെ സ്കൂളാക്കിയതിന് ശേഷം ഉണ്ണിയാളെ 9 മണിയാകുമ്പോൾ ആക്കുമല്ലോ, അതിന് ശേഷം അമ്മ എന്നും വിളിക്കും കേട്ടോ. അപ്പോൾ അമ്മയോടൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോഴേക്കും എന്താ നമ്മളെ ഉപ്പേരിക്കുള്ള കാര്യം ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായിരുന്നപ്പോൾ ഈ കടുക് ഇട്ടു. കടുക് പൊട്ടി തീർന്നപ്പോൾ ഉഴുന്നും പരിപ്പിട്ട് കൊടുത്തു. അതൊന്ന് മൂത്ത് വന്നപ്പോൾ ഞാൻ അതിലേക്ക് ചുവന്നുള്ളിയും പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ നന്നായി നമ്മൾ ഇളക്കി വാട്ടിയെടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ കാബേജ് അരിഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ടല്ലോ, അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഞാൻ അത് നേരെ കൊട്ടിയാൽ മതി. നാളികേരം ഇടണം കേട്ടോ. നാളികേരം ഞാൻ അപ്പുറത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ നമ്മളൊക്കെ ചുവന്നുള്ളിയൊക്കെ സെറ്റായി വരുന്നുണ്ട്. അപ്പുറത്ത് ഞാൻ കാബേജിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഞാൻ അമ്മേനെ വീഡിയോ കോൾ ചെയ്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഓരോ പണികളും ചെയ്ത് ഇപ്പുറത്തെ കയ്യിൽ കാത്തുമ്മയും. ഇത് ശരിക്കും നല്ല ടാസ്ക് പിടിച്ച പണിയാട്ടോ, കുട്ടീനെ എടുത്തുകൊണ്ട് പണിയെടുക്കാമെന്ന് വിചാരിച്ചാൽ. ഞാൻ മൂത്ത് വന്നപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് നാളികേരം ഇട്ട് കൊടുത്തു. അത് ഇളക്കി വന്ന ശേഷം ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് നമ്മളെ കാബേജാണ്. കാബേജിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിട്ടിട്ട് നന്നായി മിക്സ് ചെയ്യുക, അടച്ച് വയ്ക്കുക, ചെറിയ തീയിലിടുക. അപ്പോൾ ഉപ്പേരി റെഡി കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക വേണ്ടോ. നല്ല ടേസ്റ്റുള്ള കാബേജ് ഉപ്പേരി റെഡി. നിങ്ങളെല്ലാവരും ഇങ്ങനെയാണോ ഉണ്ടാക്കാമെന്ന് എനിക്കറിയില്ല. എൻ്റെ അമ്മ ഇങ്ങനെയാണ് ഉണ്ടാക്കുക. എനിക്ക് എന്ത് ഫുഡും എൻ്റെ അമ്മേരെ ടേസ്റ്റിൽ ഉണ്ടാക്കുന്നത് ഇഷ്ടം. നമ്മൾ ചെറുപ്പം തൊട്ട് കഴിച്ചു വന്നുകൊണ്ടായിരിക്കും. ഈ ആരുണ്ടാക്കിയ ഫുഡും കേട്ടോ ഇഷ്ടം എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഫുഡാണ്. പക്ഷെ അത് പെബിയും പറയും കേട്ടോ നല്ല ടേസ്റ്റാണ് എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഫുഡെന്ന്. അങ്ങനെ ഞാൻ ചോറ് അവിടെ മാറ്റി വയ്ക്കുന്നുണ്ട്. ശരിക്കും രാവിലെ തൊട്ട് കാത്തുമ്മൻ്റെ അയക്കലിൽ പോകണമായിരിക്കും ഒരു ഓട്ടപ്പാച്ചിൽ പിടിച്ച പണി തന്നെയാണ് കേട്ടോ. ഒരു മിനിറ്റ് നമുക്ക് റെസ്റ്റ് ഒന്നും കിട്ടില്ല. അതിൻ്റെ ഇടയിൽ കാത്തുമ്മ നല്ല വാശിയായിരുന്നു, അവൾ കരഞ്ഞ് അവളെ ഞാൻ എടുക്കുന്നുണ്ട്. എന്നിട്ടാണ് ഞാൻ ഉപ്പേരി നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഉപ്പേരി ഏകദേശം ആയപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞ് കാത്തുമ്മനെ കുളിപ്പിച്ച് തരാൻ പറഞ്ഞു. ഞാൻ ഏട്ടൻ കാത്തുമ്മനെ കുളിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം ഡ്രസ്സൊക്കെ മാറ്റാൻ നോക്കാം. അപ്പോഴേക്കും എൻ്റെ ഫുഡ് ഏകദേശം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ഞാൻ കാത്തുമ്മനെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുത്തിയിട്ട്
ഇഡ്ഡലിയും സാമ്പാറും കാര്യം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏട്ടനും ഒപ്പം കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏട്ടനും കാത്തുമ്മ ഒരുമിച്ചൊന്ന് ഫുഡ് കഴിച്ചോട്ട് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് കാത്തുമ്മേൻ്റെ കൈക്കൽ വിട്ടയച്ചതിന് ശേഷം ഞാൻ കഴിക്കാം. അമ്മ പറഞ്ഞിട്ടുണ്ട് ഏട്ടനും കാത്തുനും വിശന്ന് ഇരുത്തരുത്, അവർക്ക് ആദ്യം ഫുഡ് കൊടുത്തോളൂ എന്നൊക്കെ അവനോട് ഇങ്ങനെ ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ട് ഇത് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഞാൻ ആദ്യം തന്നെ ഫുഡൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതാ നമ്മൾ കാത്തുമ്മരെ ഫുഡൊക്കെ ഇനി പാക്ക് ചെയ്യാനുള്ള പണിയിലാണ്. അപ്പോൾ ഞാൻ എന്നും ഇങ്ങനെ കേട്ടോ, കാത്തുമ്മ ഏക്കര വിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു വലിയ ബൗളിൽ അവളെ പാത്രങ്ങളെല്ലാം കഴുകി ചൂടുവെള്ളത്തിലിട്ടിട്ട് വെക്കും. നമുക്ക് പിറ്റേ ദിവസം ആ ഒരു വലിയ പാത്രം എടുത്തോണ്ട് നമ്മളെ എല്ലാ ഐറ്റംസും അതിലുണ്ടായിരിക്കും. നമുക്ക് ഓരോന്നും തപ്പി നടക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഒരു 2 ഇഡ്ഡലി ഇങ്ങനെ കട്ട് ചെയ്തിട്ടു. അമ്മ ഞങ്ങൾക്ക് ഇങ്ങനെയാട്ടോ ചെറുപ്പത്തിൽ കട്ട് ചെയ്തിട്ടാണ് എല്ലാ ഫുഡും തരിക. ദോശയാണെങ്കിൽ പൊട്ടിച്ചിട്ട് തരും, ഇഡ്ഡലി ആണെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്ത് തരും. പിന്നെ സാമ്പാറും കൂടി ആക്കി. അപ്പോൾ അവളെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഓക്കെ ആയിട്ടുണ്ട്. ഇനി ഉച്ചത്തേക്ക് ചോറിട്ടു, അതിലേക്ക് കുറച്ച് ക്യാബേജ് ഉപ്പേരിയും പിന്നെ സാമ്പാർ. നല്ല സാമ്പാറായിരുന്നു കേട്ടോ. എനിക്ക് വേണ്ടപ്പോൾ സാമ്പാർ തൊട്ട് ചോറിന് പൂതി തോന്നുന്നുണ്ട്. പിന്നെ കുറച്ച് ചമ്മന്തി ആക്കിയതിന് ശേഷം അതും അടച്ചു വയ്ക്കുന്നുണ്ട്. പിന്നെ ആ ടീസ്പൂണും കാര്യങ്ങളൊക്കെ വെച്ചു. പിന്നെ ഒന്ന് ഫ്രൂട്ടായിട്ട് വയ്ക്കുന്നത് ഡ്രാഗൺ ഫ്രൂട്ടും ആപ്പിളാണ് കേട്ടോ. അപ്പോൾ അതും രണ്ടും ഓരോ പാത്രത്തിലാക്കിയിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് വേഗം തന്നെ ബാഗിലാക്കാം. ഞാൻ ഈ പണിയൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ അപ്പയും മോളും കണ്ടിവിടെ ഭയങ്കര ഡാൻസ് കളിയാണ്. നല്ല പാട്ടൊക്കെ വെച്ചവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ ബാഗിൽ ആദ്യം ഞാൻ ചോറ് വയ്ക്കുന്നുണ്ട്. പിന്നെ സ്നാക്സിൻ്റെ ആ ഒരു ഐറ്റംസ് വെച്ച് അതടയ്ക്കും. പിന്നെ അത് അപ്പോഴാണ് ഞാൻ ഓർത്ത് കുപ്പിയിൽ വെള്ളം നിറച്ചില്ലല്ലോ എന്ന്. അപ്പോൾ ഞാൻ കുപ്പിക്ക് ആദ്യമൊന്ന് മണത്ത് നോക്കുന്നുണ്ട്. ഡേക്കർ വിട്ട് വന്നതൊക്കെ ഞാൻ കഴുകി എടുത്ത് വയ്ക്കെങ്കിലും എൻ്റെ കണ്ണ് തെറ്റാളി കുപ്പിക്ക് എടുത്ത് വായിലിടും കേട്ടോ. അപ്പോൾ എല്ലാം മണം ഉണ്ടോ എന്നൊക്കെ നോക്കിയതാണ്. അപ്പോൾ ഒന്നുമില്ല. അപ്പോൾ ഞാൻ വേഗം അതൊക്കെ പാക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് മാറ്റി വെച്ചു. ഞങ്ങളെ ബാഗിൽ നമ്മൾ എന്നും വെക്കാറ് പാമ്പേഴ്സ് വെക്കും, ഒരു ജോഡി ഡ്രസ്സ് വെക്കും, പിന്നെ ഒരു കവർ വെച്ച് കൊടുക്കും. ഉണ്ണിയുടെ വേസ്റ്റ് പാമ്പേഴ്സും കാര്യങ്ങളും ആക്കിയിട്ട് നമുക്ക് കൊടുത്തേക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു വേസ്റ്റിൻ്റെ കവർ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ കാത്തുകൊണ്ട് ഡേ കെയറിക്ക് കൊടുത്തേക്കേണ്ടത്. സ്റ്റാർട്ടിങ്ങിൽ അവളെ വിട്ടേക്കുന്നുള്ളൊരു പാക്കറ്റ് ടിഷ്യൂവും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കിട്ടു. അപ്പോൾ അവരവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിന് അവരവിടെ നിന്ന് എടുത്ത് കൊടുത്തോളും. പിന്നെ ബാക്കിയൊന്നും നമ്മൾ കൊടുത്തേക്കുന്നത് ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഞാൻ വേഗം കാതും ക്രീമൊക്കെ ഇട്ട് കൊടുത്താണല്ലോ റെഡിയാക്കുന്നത് കേട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത്. എളുപ്പമല്ലേ ഇപ്പോൾ ഓക്കെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വിളിച്ച് അങ്ങോട്ട് പോണ സ്വഭാവമാണ് അവൾക്ക്. എന്താ 100 വയസ്സാണ് ഞാൻ ഈ പറയുമ്പോഴേക്കും അവൾക്ക് കടവാതിലും തുറന്ന് എത്തിയിട്ടുണ്ട് മുതൽ. പിന്നെ അതെനിക്ക് ഈ ഡ്രസ്സ് ഞാൻ മീഷോന്ന് മേടിച്ചതാണ്. റേറ്റ് വെറും 200 അടുത്ത് അങ്ങോട്ട് 200 രൂപ ഇങ്ങോട്ടേ ഉള്ളൂ. പക്ഷെ അടിപൊളിയാണ്, നല്ല ഭംഗിയാണ് അവളിട്ട് കാണാൻ. എൻ്റെ ലിങ്ക് കൊടുക്കാമെന്ന് വെച്ചാൽ ഞാൻ വല്ല ഷോർട്സ് പോസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ കൊടുക്കാം. അതെന്താ കാത്തുമ്മയ്ക്ക് 2 ഭാഗത്തൊക്കെയാണ് ഞാൻ മുടി കെട്ടി കൊടുത്തത്. കാത്തുമ്മ ഡ്രസ്സൊക്കെ മാറിക്കഴിഞ്ഞാൽ അപ്പം അവൾ ചോദിക്കും അമ്മ ബേഗോ പോവാ. കുട്ടി പിന്നെ പോവാൻ വേണ്ടി ഫുൾ റെഡി ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ കുറേ പേർക്ക് ഭയങ്കര വിഷമമാണ് കുട്ടീൻ്റെ ഏക്കറിൽ വിട്ടേക്കണേൽ. പക്ഷേ അവൾക്കൊരു വിഷമമില്ല, അവൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഈ പോണേൽ. എൻ്റെ അപ്പയും മോളുടെ വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്, അതിന് പോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മളെ കാത്തുമ്മ. അവൾക്ക് തന്നെ ഇഷ്ടമാട്ടോ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്നത്. പിന്നെ അതാ അങ്ങനെ ഏട്ടനും കാത്തുമ്മയൊക്കെ ഇതാ പോവാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. കാത്തു എന്താ കടിക്കുക? മാമു കഴിക്കല കടിക്കുക. എന്ത് കഴിച്ചോന്ന് മോള് ചോദിച്ചേ? പാമ്പി പാമ്പി ചോദിക്കേ കടിച്ചു. മുറ്റത്തൊട്ട് ആരട്ട കിടക്കണ്ടായിരുന്നു ടൈലായിരുന്നു. അപ്പൊ എന്നോട് വെച്ചത് എന്താ ചോദിച്ചോ? ഞാൻ പാമ്പിയാണ്. അമ്മ കടിച്ചോ? പേടിയല്ലേ? എങ്ങനെ പേടി വരിക? കാണിച്ചോട്ടെ. പേടി പേടി പേടി. സുന്ദരി വളാട്ട. എങ്ങനെ പോണു നമ്മള്? പഠിച്ച അമ്മേ ഗുഡ് ഗേൾ. പഠിച്ചാൻ പോവല്ലേ? ബാഗുണ്ട്, പാപ്പുണ്ട് അല്ലേ? പോയിട്ട് വരാം. വരാം. കൈ എന്തപ്പത്? നന്നായി ആവശ്യം അല്ലേ? ഞങ്ങക്ക് ബൈക്ക് ഇഷ്ടം. ഈ അപ്പയ്ക്ക് വെയിലടിക്കുന്നുണ്ട് ബൈക്ക് എടുത്തില്ല. അപ്പച്ചി പണി കിട്ടി ഗൈസ്. അങ്ങനെ പാൻ്റെ അവിടെ നടക്കാനില്ലേ?
അതാ വണ്ടി ഇങ്ങോട്ട് തിരിച്ചേ. എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം. ബൈ ബൈ. ഉമ്മ വരുമോ? ഇത്ര പെട്ടെന്ന് എത്തിയ ഇല്ലെങ്കിൽ 2 മിനിറ്റൊക്കെ നിക്കണ ആളായിരുന്നു ആദ്യമൊക്കെ. ഇതാ ഇപ്പൊ പോയി ഇതാ വന്നു. ഇവളെന്തിനാ അങ്ങനെ ഫ്രണ്ടിൽ കൂടെ വന്നൂടെ? ഇത് ബാക്കിൽ കൂടെ വരണേ. ഇപ്പോഴുള്ള ടാസ്ക് എന്താ പറയാ, ഫ്രണ്ടിൽ നേരെ പോയിട്ട് പോവാൻ പറ്റില്ല. അതാണ് നേരെ പോയി പോവാൻ പറ്റില്ല. തിരിച്ച് നമ്മൾ വന്ന വഴി തന്നെ പോണം. എന്തായി കുഞ്ഞി? ശരി, പോവാ. അങ്ങനെ കാത്തൂനോട് ആക്കി വന്നതിൻ്റെ ശേഷം ഞാൻ ഒരു സീരിയലും വെച്ചിട്ട് ബാക്കി എൻ്റെ പണികൾ ഞാൻ ചെയ്യുന്നതാട്ടാ. നേരെ വരികൊണ്ട് തന്നെ എനിക്ക് ബാക്കിയുള്ള പാത്രങ്ങളോ കാര്യങ്ങളൊന്നും കഴുകി വെക്കാൻ പറ്റിയില്ല. അപ്പം ഞാനൊരു സീരിയൽ വെച്ചിട്ടാ. നമ്മളിങ്ങനെ ഫോണിൽ എന്തെങ്കിലും കണ്ടോണ്ടിരിക്കുമ്പോൾ പണിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പണിയെടുക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടാണ്ട് അറിയില്ല. പണി പെട്ടെന്ന് തന്നെ ചെയ്ത് പോയിക്കോളും. അപ്പം അതുകൊണ്ട് ഞാൻ സീരിയലാണ് ഇന്ന് വെച്ചിരിക്കുന്നത്. ചിലപ്പോൾ സിനിമ കാണും, അല്ലെങ്കിൽ വല്ലവരുടെ വ്ളോഗ് കാണും, എന്തെങ്കിലും ഉണ്ടാവും എനിക്ക് ഓരോ ദിവസം കാണാൻ വേണ്ടിയിട്ട്. പോവാ ഒരായി പറഞ്ഞേ എല്ലാവരോടും. കാത്തുമിച്ചു പനിയാ പറ. ഇന്ന് കാത്തുന് പനിയായതുകൊണ്ട് തന്നെ കാത്തുമ്പ് ഡേ കെയറിൽ പോയിട്ടില്ല കേട്ടോ. അവൾ എൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. ഞാനിങ്ങനെ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ശില്പേച്ചിയുടെ സീൻ എത്തിയത്. കന്യാദാനത്തിലുള്ള ഒരു ആർട്ടിസ്റ്റാണ്, ആളെൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. പിന്നെ ഏട്ടൻ ചോദിച്ചു, ഇത് ശില്പേച്ചില്ല നമ്മുടെ ആന്ന് പറഞ്ഞപ്പോൾ അതവനെ മൂപ്പരെ വിളിച്ചോടെ പറഞ്ഞിട്ട് കുറേ നേരമായിട്ട് പിന്നെ ആളെ വിളിച്ച് കളിയാക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ അതാ എൻ്റെ അടുക്കളയത്തെ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അടുക്കളയൊക്കെ തുടച്ച് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അയ്യോ, ഇങ്ങനെ ഈ അടുക്കള ലാസ്റ്റ് തുടയ്ക്കുന്ന ടൈം എന്നുള്ള മനസ്സിന് എന്തൊരു സന്തോഷമുള്ള കാര്യമാണെന്നറിയോ. കുട്ടി പാടില്ല. ആജിത്ത് പാരായത് ഓക്കെ. ഇപ്പോഴത്തെ ഞങ്ങളെ വീട്ടിലത്തെ അവസ്ഥ ഇതാണ് കേട്ടോ. എന്നും ഞാൻ ഈ അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ ഏട്ടൻ ഫ്രീ ആയിരിക്കുമ്പോൾ അങ്ങനെ വന്ന് കെട്ടിപ്പിടിക്കും, വർത്താനം പറയും. നമ്മൾ വീട്ടിൽ നടക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ. പക്ഷെ ഇപ്പോൾ ഈ നോലുമ്പായതുകൊണ്ട് ഇതൊന്നും പറ്റില്ലല്ലോ. ഏട്ടൻ വന്നങ്ങനെ കെട്ടിപ്പിടിക്കാൻ എൻ്റെ കൈയും കൊണ്ട് ഇങ്ങനെ വരും. പിന്നെ മൂപ്പര് തന്നെ അങ്ങനെ മെല്ലെ പോയിക്കോളൂ കേട്ടോ. പക്ഷേ ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ ഒരു 3-4 ദിവസമായപ്പോൾ ഓക്കെ, നമ്മൾ ആ ട്രാക്കിലേക്ക് വീണു. സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അത് കഴിഞ്ഞ് നമ്മൾ ഓക്കെ ആവും. അപ്പം അതിൻ്റെ ഏട്ടൻ ഓറഞ്ചൊക്കെ പൊളിച്ചിട്ട് എനിക്ക് വായിൽ വെച്ച് തരുന്നുണ്ട്. അവ എന്ത് കഴിക്കാറിയാലും അതെനിക്കും വായിൽ വെച്ച് തരും കേട്ടോ. അതാ ഇപ്പോഴായിരുന്നു ഞാൻ പറഞ്ഞ കാര്യം. ശില്പേച്ചിനെ വിളിക്കാൻ വേണ്ടി എൻ്റെ ഫോട്ടോ എടുത്തുകൊണ്ടതാണ്. ഞാൻ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതെൻ്റെ സ്ഥിരം പരിപാടി കേട്ടോ. ഞാൻ നല്ല കന്യാദാനം സീരിയൽ കാണുമ്പോൾ അപ്പം ശില്പേച്ചിനെ വന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പം വിളിക്കും. കുറേ നേരം അതിനെ കത്തി വെച്ച് കൊല്ലും. അപ്പം എൻ്റെ ഇടയിൽ ഞാനും സംസാരിക്കുന്നുണ്ട്, ഏട്ടനും സംസാരിക്കുന്നുണ്ട്. പിന്നെ നമ്മളെ ഉണ്ണിയുടെ ബർത്ത്ഡേ ആണല്ലോ 18-ാം തീയതി. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ശില്പേച്ചിനെ വിളിച്ചു. എൻ്റെ സീമന്തത്തിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ആൾക്ക് കന്യാദാനത്തിൻ്റെ ഷൂട്ടിൻ്റെ ആൾ കോട്ടയത്തോ കൊല്ലത്തോണ്ട് വെച്ചിട്ടാണ് ഷൂട്ട്. അപ്പോൾ ആൾ അവിടെ ആയിരിക്കും, ആൾക്ക് വരാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പം നമ്മളെന്തായാലും ഇനി നമ്മളെ ഞങ്ങൾ ആ കൊല്ലം സൈഡൊക്കെ വരുമ്പോൾ നമുക്ക് കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വേഗം ഫോണൊക്കെ വെച്ചു കേട്ടോ. ചേച്ചിയും തൃശ്ശൂർ വരാൻ നിൽക്കുകയായിരുന്നു. ഒരു സീരിയലിൻ്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് ആൾ 2 സീരിയലും കണ്ട് അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് വരാൻ നിൽക്കുകയായിരുന്നു. വന്ന് കുറച്ച് ദിവസം എനിക്ക് ആൾ അടുത്ത സീരിയലിനായിട്ട് പോവും. ആൾ ഫുൾ ബിസിയാണ്. എപ്പോഴേലൊക്കെ ഇങ്ങനെ വിളിക്കും. നമ്മളെല്ലാ പരിപാടികളൊക്കെ ഉണ്ടാകുമ്പോൾ ബർത്ത്ഡേയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞങ്ങൾ അങ്ങോട്ട് വിഷ് ചെയ്യും. അങ്ങനെയൊക്കെ എപ്പോഴും ആ ബന്ധം പോകുന്നുണ്ട് കേട്ടോ. ചിലവരങ്ങനെയാണ്. എത്ര വലിയ ആളായാലും നമ്മളൊന്നും മറക്കില്ല. ആ ഒരു സ്നേഹം എന്നും ഉണ്ടാവട്ടെ. അങ്ങനത്തെ ഒരാളാണ് ശില്പേച്ചി. ഒരു തരി പോലും ജാടയില്ലാതെ എന്നെ ഒരു അനിയത്തി കുട്ടിയായിട്ട് കാണുന്ന ഒരാളാണ്. എനിക്ക് കാത്തുമുണ്ടായ ടൈമിൽ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ ഡെലിവറി കഴിഞ്ഞ ടൈമിൽ. എന്നിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, വല്യമ്മ മോളെ എവിടെയാണെന്ന് ചോദിച്ചിട്ടാണ് വിളിച്ചത്. ആ ഒരു വല്യമ്മ എന്നുള്ള സ്ഥാനം ഇപ്പോഴും ആളെ നിലനിർത്തി കൊണ്ടുപോകുന്നുണ്ട്.
പറഞ്ഞ് വിഷയങ്ങൾ മാറിപ്പോയി. പിന്നെ അതാ ഞങ്ങൾ ചായ കുടിക്കേണ്ടി വന്നിരുന്നു. അപ്പോൾ കുറച്ച് ചോറ് ഞാനിവിടെ കാത്തുമ്മയ്ക്ക് ഇട്ടതിൻ്റെ ബാക്കി ചെറിയ പ്ലേറ്റിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അത് ഇനി കലത്തിൽ കൊണ്ടിടണ്ടല്ലോ വെച്ചിട്ട് ഞാൻ ആദ്യം കുറച്ച് ചോറുണ്ടു. പിന്നെ ഒരു 1.5 ഇഡ്ഡലി, ചെറിയ ഇഡ്ഡലിയാണ്, അപ്പോൾ ഒരു 1.5 ഇഡ്ഡലിയും കൂടി കഴിച്ചിട്ട് ഞങ്ങൾ ചായ കൂടി അവിടെ അവസാനിപ്പിച്ചു. പിന്നെ ആ മേശയൊക്കെ തുടച്ച് ക്ലീൻ ആക്കുന്നുണ്ട്. നമ്മൾ കാത്തുമ്പോൾ ഫുഡ് കഴിക്കുമ്പോൾ കസാരമ്മയൊക്കെ ആക്കുമല്ലോ, അപ്പോൾ അതും ഒക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് ഞാൻ എൻ്റെ പണി മൊത്തത്തിൽ കഴിഞ്ഞു കേട്ടോ. ഇങ്ങനെ ലാസ്റ്റ് ഓരോന്ന് ചെയ്യുമ്പോൾ ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്. എൻ്റെ പണി കഴിഞ്ഞു എന്ന് ഞാൻ തന്നെ ഇങ്ങനെ ആലോചിച്ച് സന്തോഷിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം വന്ന് റൂമിൽ നോക്കിയപ്പോഴാണ് മനസ്സിലായത് കിടക്ക വിരിച്ചിട്ടില്ല എന്ന്. അപ്പം നമ്മൾ എഴുന്നേക്ക് നേരം വൈകിയല്ലോ, അതുകൊണ്ട് ഞാൻ കിടക്ക വിരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ഞാനും ഏട്ടനും വേണ്ടിയിട്ട് വേഗം തന്നെ വിരിച്ചിട്ടിടുന്നുണ്ട്. അതുപോലെ തന്നെ പുതപ്പ് ഞാൻ മടക്കി അലമാരിയിൽ എടുത്ത് വയ്ക്കുന്നുണ്ട്. ഇതിവിടെ കണ്ടു കഴിഞ്ഞാൽ അപ്പയും മോളും ചവിട്ടി നിലത്തിടും, അങ്ങനത്തെ സ്വഭാവക്കാരാണ് ഇവിടെ ഉള്ളവർ. അപ്പോൾ അതൊക്കെ ഞാൻ വേഗം മടക്കി വെച്ചു. പിന്നെ ഞാൻ കിടക്കും നടുവിൽ തലോണ വെച്ചു കേട്ടോ, ഇവാൾ ശരിയില്ല എന്ന് പറഞ്ഞിട്ട് ചുമ്മാ തമാശയ്ക്ക്. പിന്നെ ഞാൻ വർത്തമാനം ഞങ്ങൾ രണ്ടാളും കുറച്ച് നേരം ഫോണിലൊക്കെ നോക്കിയിരുന്നു. എനിക്ക് കുറച്ച് വീഡിയോസ് എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു, ഏട്ടനും വർക്കിൻ്റെ കാര്യങ്ങൾ നോക്കണ്ടായിരുന്നു. അപ്പോൾ രണ്ടാളും ഫോണിലൊക്കെ നോക്കിയിരുന്ന് ടൈം പോയത് അറിഞ്ഞില്ല. അങ്ങനെ ഒരു ഉച്ചയായപ്പോൾ ഞങ്ങൾ ചോറുണ്ണാൻ വേണ്ടിയിരുന്നു. അപ്പോൾ കാബേജ് ഉപ്പേരും ചമ്മന്തിയും ചോറും സാമ്പാറൊക്കെ എടുത്തിട്ട് വയറ് നിറയെ ഫുഡ് കഴിച്ചു. സത്യം പറഞ്ഞാൽ നോലുമ്പോൾ തുടങ്ങുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ശരി, ഒരു മീൻ വറുത്തതില്ലാതെ ഞാൻ എങ്ങനെ ഫുഡ് കഴിക്കുന്നു. പക്ഷെ നോലുമ്പോൾ തുടങ്ങിയതിന് ശേഷം നമുക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പോവാ ചേച്ചിയാ. എന്താണ് അമ്മ കുട്ടീനെ പിടിച്ചിരിക്കുന്ന പോലെ? അടിയിൽ ഫോണിലല്ലേ ലോക്ക് ചെയ്ത് നിർത്തി വെക്കണേ. നമ്മുടെ ഇവിടുത്തെ മീനിന്റെ ഇത് എവിടെ? മീനോ? അതിലൊരു മീനുണ്ട്, ഗോൾഡ് ഫിഷ്. തവണ വെച്ച് കളഞ്ഞാ? അല്ലേ, അതിലൊരു മീനുണ്ട്. വർക്കിന് ഫോൺ എടുത്തില്ലേ? എടുക്കണം. നൈസായിട്ട് എസ്കേപ്പ് അടിക്കണ നോക്കിയ വണ്ടിയിൽ വെക്ക്. വണ്ടിയിൽ വെച്ചിട്ട് ഗേറ്റ് തുറക്ക്. പണിയാ പോണ് നോക്ക്. ഇറങ്ങില്ല ചേച്ചിയെ? പോവാ. അങ്ങനെ സാമ്പാർ വീട്ടിൽ കൊടുത്തതിന് ശേഷം ഞങ്ങൾ 2 മണിയാകുമ്പോഴേക്കും കാത്തുമ്മനെ ഡേ കെയറിന്ന് എടുത്തിട്ട് നേരെ തൃശ്ശൂർ പോയിട്ടാണ്. കാരണം കുറച്ച് ദിവസമായിട്ട് കാറുമെന്ന് എന്തോ ശബ്ദം കേൾക്കുന്നുണ്ട്. അവിടെ പോയി കാണിച്ചപ്പോൾ കാറിൽ എന്തോ അടിയിൽ എന്തോ ഒന്ന് പൊട്ടിയതാണ്. അതിന് കിട്ടണമെങ്കിൽ ഓർഡർ ചെയ്ത് വരുത്തണം, റെഡിയാക്കണമെങ്കിൽ. അപ്പോൾ കുറച്ച് ദിവസം പിടിക്കുന്നു പറഞ്ഞപ്പോൾ നമ്മൾ കാർ എടുത്തിട്ട് നേരെ ഹൈലൈറ്റ് മാളിൽ പോയി. നമുക്ക് അവിടെ നിന്ന് കുറച്ച് പലചരക്ക് സാധനങ്ങളും പച്ചക്കറിയൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അച്ഛനമ്മ ഇങ്ങോട്ട് വരാമെന്നാണ് പറഞ്ഞത്. കുണുക്കനെ ഡോക്ടറെ കാണിക്കണ്ടായിരുന്നു തൃശ്ശൂർ. കാണിച്ചിട്ട് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. പിന്നെ അവർ പറഞ്ഞു കുണുക്കന് തീരെ വയ്യ, അവർ വരുന്നില്ല പറഞ്ഞു. പിന്നെ നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ച് നേരെ വീട്ടിലേക്ക് പോയി. അതല്ല, നമ്മളിങ്ങനെ ഒതുക്കി വെക്കണം. അതേപോലെ തന്നെ രാത്രിക്കുള്ള ഫുഡ് ഉണ്ടാക്കണം. നോലുമ്പോൾ ആയതുകൊണ്ട് തന്നെ 3 നേരം 3 തരം ഫുഡ് ഉണ്ടാക്കണം കേട്ടോ. നമ്മൾ ഉച്ചത്തെ ഫുഡ് തന്നെ രാത്രി കൊടുക്കാൻ പാടില്ല അത്ര. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി രാത്രിക്കുള്ള ഫുഡ് ഉണ്ടാക്കണം, പണികളുണ്ട്. അതേപോലെ സവോളയും കാര്യങ്ങളൊക്കെ ഒതുക്കി സെറ്റ് ചെയ്ത് വെക്കാനുണ്ട്. അങ്ങനെ എന്നും എന്തെങ്കിലുമൊക്കെ കുറേ പണികളൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെ അടക്കളൊക്കെ അടിച്ചൊരു വൃത്തിയാക്കി. അതേപോലെ തന്നെ നമ്മൾ മേടിച്ചിരുന്ന പച്ചക്കറിയൊക്കെ ഞാൻ ഇങ്ങനെ ഒരു ട്രേയിൽ മാറ്റിയിട്ട് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ബേബി പൊട്ടറ്റോ മേടിച്ചിട്ടുണ്ട്, നല്ല കാത്തുമ്മയ്ക്ക് പുഴുങ്ങി കൊടുക്കാനും കാര്യമൊക്കെ ആയിട്ട്. അതുപോലെ വലിയ ഉരുളൻകിഴങ്ങ് മേടിച്ചിട്ടുണ്ട് നമുക്ക് കറി വെക്കാൻ. പിന്നെ ക്യാരറ്റ്, തക്കാളി, സബോള, പച്ചമുളക്, ചുവന്നുള്ളി, വെണ്ടക്കായ. അയ്യോ, വീട്ടിൽ വെണ്ടക്കായ ഉണ്ട്, അത് ഞാൻ ഇതൊരിക്കലും ഉപ്പേരി വെച്ചില്ല, അത് ഇപ്പോഴേക്ക് ഓർമ്മന്ന്. അപ്പം അത് ഇന്ന് പോയിട്ട് ഉപ്പേരി വെക്കണം. പിന്നെ ഇഞ്ചാനോ കുറേ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഒരു പാത്രത്തിൽ മാറ്റി അതൊക്കെ പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ കൊണ്ട് വെക്കുക കേട്ടോ. ഇങ്ങനത്തെ ട്രേ മേടിച്ചുള്ള ഗുണം എന്താ വെച്ചാൽ നല്ല ഒതുങ്ങിയിരിക്കുകയും ചെയ്യും. നമ്മൾ വേറെ വല്ല പാത്രത്തിൽ വെച്ചാൽ ഒരുപാട് സ്ഥലം കൂട്ടും. പക്ഷെ ഇതാണെങ്കിൽ നമുക്ക് ഒരുപാട് സ്ഥലം ലാഭിക്കാൻ പറ്റും. അങ്ങനെ എല്ലാ ഐറ്റംസും ഞാൻ കൊടുന്ന് ഫ്രിഡ്ജിൽ കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഇന്ന് ഞങ്ങൾ വിചാരിച്ചു ചേമ്പ് പുഴുങ്ങി ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഏട്ടനട പറഞ്ഞു, ഏട്ടന് ചേമ്പ് പുഴുങ്ങി ചമ്മന്തി മതിയെന്ന്. അപ്പോഴും നമ്മളെ കാത്തുമ്പോൾ ചേന കുരുത്തക്കേട് നോക്കി ആൾ ഫ്രിഡ്ജ് തുറന്ന് നേരെ അതിൻ്റെ ഉള്ളിൽ വന്ന് നിൽക്കും. ഏട്ടൻ പിന്നെ അവിടെ ഉള്ളതുകൊണ്ടാട്ടൻ ഞാൻ നേരെ പോയത്. ഏട്ടൻ അപ്പുറത്ത് നിന്നിട്ട് കാത്തുമ്മനെ നോക്കുന്നുണ്ട്. അതിനെ പിന്നെ ഞാൻ കാത്തുമ്മനെ എടുത്തു കൊടുത്തിട്ട് ചേമ്പ് പുഴുങ്ങുള്ള കാര്യം നോക്കുകയാണ്. ഞാൻ യൂട്യൂബിലൊക്കെ അടിച്ച് നോക്കിയിട്ടാണ് ചെയ്യുന്നത്. ഏട്ടൻ പറഞ്ഞു എൻ്റെ വീട്ടിൽ ഇത് ഉണ്ടാക്കാറുണ്ടെന്ന്. പക്ഷെ എൻ്റെ വീട്ടിലൊന്നും ഇത് ചെയ്യാത്ത കാരണം എനിക്കിത് എങ്ങനെയാണ് ചെയ്യാമെന്നൊന്നും അറിയില്ല കേട്ടോ. ഞാൻ യൂട്യൂബിലൊക്കെ അടിച്ച് നോക്കി. അപ്പോൾ തൊലി കളഞ്ഞിട്ട് വേണം
പുഴുങ്ങാൻ വെക്കാന്നൊക്കെ കണ്ടു. അപ്പോൾ ഞാൻ വേഗം ഇങ്ങനെ ചുരണ്ടി തൊലിക്ക് കളയാണ്. ആദ്യമായിട്ട് ഞാൻ ഈ സാധനം നന്നാക്കും തന്നെ. അതന്നെ ഒരു കോമഡി ആയിരുന്നു. എനിക്കറിയില്ല ഇതെന്താ ചെയ്യേണ്ടതൊന്നും. 3-4 വീഡിയോ നോക്കിയിട്ടാണ് ഞാനിത് ഇപ്പം ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ വേഗം അതൊക്കെ തൊലി കളഞ്ഞ് സെറ്റാക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മളെ കാത്തുമ്മ അവിടെ ഇരുന്നിട്ട് പെറ്റിന പോലെ അത്യാവശ്യം കുറുമ്പുകളൊക്കെ കാണിക്കുന്നുണ്ട്. ആ അടുക്കളയെ കൊണ്ടുവരുത്തി അവിടെ എന്തെങ്കിലും കുരുത്തക്കടിയും, പുറത്ത് ഹാളിൽ കൊണ്ട് വെച്ച് അവിടെ എന്തെങ്കിലും ചെയ്യും. ഇവളൊരു സ്ഥലത്ത് വെക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അത്രയും കുറുമ്പായിട്ടാണ് ആൾ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മളെ ചേമ്പൊക്കെ തൊലി കളഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായി കഴുകിയിട്ട് ഇങ്ങനെ ഒരു 2 പീസ് 3 പീസായിട്ട് കട്ട് ചെയ്യണം. ഏട്ടൻ പറഞ്ഞ് എൻ്റെ വീട്ടിൽ കട്ട് ചെയ്യാറില്ല എന്ന്. പക്ഷെ ഞാൻ കണ്ട വീഡിയോയിൽ കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഞാനും കട്ട് ചെയ്തത്. അപ്പം ഏട്ടൻ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കിത് കഴിഞ്ഞിട്ട് വേണം വേഗം സിനിമ കാണാൻ പോകാൻ വേണ്ടിയിട്ട്. എപ്പോഴെങ്കിലൊക്കെയാണ് ഞാനിങ്ങനെ TV കാണാൻ ആഗ്രഹിക്കുള്ളൂ. അല്ലെങ്കിൽ ഞാനങ്ങനെ എന്നും TV കാണുന്ന ഒരാളല്ല. എനിക്ക് അത്ര വലിയ അഡിക്റ്റ് ഒന്നുമല്ല ഞാൻ TVയുമേ. പണ്ടായിരുന്നു കേട്ടോ, ചെറുപ്പത്തിൽ ഭയങ്കര ഇഷ്ടമായിരുന്നു TV കാണാൻ വേണ്ടിയിട്ട്. പിന്നെ TV കാണാൻ നമുക്ക് ടൈം കിട്ടാറില്ല, അതുകൊണ്ട് കാണാറുമില്ല. അതിനത് നന്നായി കഴുകി ചെള്ളി കളഞ്ഞതിന് ശേഷം ഇതിനെ കട്ട് ചെയ്തിട്ട് ഞാൻ കുക്കറിലേക്ക് ഇട്ടു. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇനി ഇത് വേവിക്കാൻ വയ്ക്കാം. അപ്പോൾ ഏട്ടൻ പറഞ്ഞ് കുറച്ചുകൂടി വെള്ളം വേണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ചുകൂടി വെള്ളം എടുത്തിട്ട് ഒഴിക്കുന്നുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒറ്റ വിസിൽ അങ്ങോട്ട് മതി. ഒറ്റ വിസിലോ 2 വിസിലോ അങ്ങോട്ട് മതി. അപ്പോഴേക്കും അതായിക്കോളും. അപ്പോഴേക്കും ഞാൻ ചമ്മന്തിക്കുള്ള ചുവന്നുള്ളിയും കാര്യങ്ങളൊക്കെ തൊലി കളയുന്നുണ്ട്. അപ്പോൾ കാത്തും അപ്പുറത്ത് വെള്ളത്തിൽ നിന്ന് കളിക്കണണ്ട. വെള്ളത്തിൽ കഴിയുമ്പോൾ എൻ്റെ കൈ തുടച്ച് തരികയാണ്. ഇതൊക്കെയാണ് ഇവളെ കഷ്ടപ്പാട്. ആളിങ്ങനെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഓരോ കുരുത്തക്കേട് കാണിച്ചുകൊണ്ടേ ഇരിക്കും. ഏട്ടനിങ്ങനെ പണ്ടത്തെ സിനിമ കാണാൻ ഭ്രാന്തുണ്ട് കേട്ടോ. പക്ഷേ കണ്ട പടം തന്നെ ആയിരിക്കും വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കും. ഞാൻ പറയും കാണാത്ത പടം വെക്കുക. പണ്ടത്തെ ഞാൻ കാണാത്ത ഒരുപാട് പടങ്ങളുണ്ട്, അതൊക്കെ വെച്ചാലല്ലേ എനിക്കും കാണാൻ പറ്റുള്ളൂ ചോദിക്കും. പക്ഷേ അവ അങ്ങനെയല്ല, അവൻ കണ്ട പടം തന്നെ വീണ്ടും വീണ്ടും വെച്ച് എന്നെ വെറുപ്പിച്ചുകൊണ്ടേ ഇരിക്കും. ഈ ഒരു പടമാണ് ഞാൻ ചെറുപ്പത്തിൽ കണ്ടിട്ടുള്ളതാണ്, അതുകൊണ്ട് എൻ്റെ ഓർമ്മയിലില്ല. അപ്പം അതുകൊണ്ട് പിന്നെ ഒരു കൗതുകത്തിലിരുന്ന് ഞാൻ കണ്ടു. അറിയാത്ത സീനൊക്കെ ഞാൻ ഏട്ടനോട് ചോദിച്ച് ഓർത്തു. അപ്പോൾ ഇത് ഏതാ പടം എന്ന് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ അതും കമൻറ്റ് ചെയ്തോളൂ. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ പോകാണ്ട് മുന്നേ കാത്തുമ്മയ്ക്ക് ചോറ് കൊടുത്തിട്ട് കാത്തുമ്മനെ ഉറക്കിയിട്ടുണ്ട്. കാത്തുമ്മയ്ക്ക് ഇങ്ങനത്തെ ഐറ്റംസിനെക്കാട്ടും ഇഷ്ടം ചോറാണ്. അപ്പോൾ ഞാൻ ചോറും തൈരൊക്കെ കൂടി കുഴച്ച് വലിച്ചു കൊടുത്തിട്ട് അവളെ ഉറക്കി. പിന്നെ ഞാൻ വേഗം ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട്. അതൊരു മുളക് ചമ്മന്തിയും പച്ചമുളകിൻ്റെ ചമ്മന്തിയും പിന്നെ ഒരു മുളക് പൊടിയുടെ ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട്. 2 തരം ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനൊരു കൊട്ടയ്ക്ക് ചുവന്നുള്ളി തന്നെ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഹൈലൈറ്റ് മാളിൽ നിന്ന് വലിയ ചുവന്നുള്ളി മേടിച്ചിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ട് പിന്നെ വലിയ കഷ്ടപ്പാടില്ലാതെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യം ചുവന്നുള്ളി നന്നായി ചതച്ചെടുത്തേക്ക് പുളി ഇട്ടിട്ട് കൈ കൊണ്ടൊന്ന് തിരുമ്പി കൊടുത്തു. എന്നാലേ എല്ലാ പുളിയൊക്കെ ഒന്ന് ഇറങ്ങി വരുള്ളൂ. ഞാൻ നന്നായി തിരുമ്പിയിട്ട് നമ്മൾ അത് വീണ്ടും ഒന്ന് ചതച്ച് കൊടുക്കുക. അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2 പച്ചമുളക് ഇട്ട് കൊടുത്തു. അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും അപ്പോഴേക്കും അവിടെ ഉപ്പിലിട്ട ചീനമുളക് ഉണ്ടായിരുന്നു, അതും 2-3 ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ ചമ്മന്തി അവിടെ റെഡിയായിട്ട് മാറ്റി വെച്ചു. അതേപോലെ തന്നെ നമ്മൾ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. അങ്ങനെ കൊള്ളിയും ചമ്മന്തിയും നല്ല മധുരമുള്ള ചായക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റല്ല, അതേപോലെ കഴിക്കാമെന്ന് വെച്ചിട്ടാണ് ഞാൻ നല്ല മധുരമുള്ള ചായക്ക് ഉണ്ടാക്കിയത്. അതേപോലെ തന്നെ അപ്പുറത്ത് ഞാൻ മുളകും പൊട്ടിയിട്ട് ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചീഞ്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോഴേക്കും ഞാൻ ഏട്ടനോട് എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അരി ഇപ്പം കാണാനില്ല, അപ്പോൾ അതാണ് ഞാൻ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏട്ടൻ പറയുന്നുണ്ട് നീ ഇത് എവിടെയാണ് കൊണ്ടുവച്ച് വെച്ചിട്ട് എന്നെ ചീത്ത പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എവിടെയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ നിന്നു. പിന്നെ ഞാൻ ചമ്മന്തിയൊക്കെ റെഡിയായി. അതേപോലെ തന്നെ ഏട്ടൻ ചായയും റെഡിയാക്കിയിട്ട് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നല്ല മധുരമുള്ള കട്ടൻ ചായയും 2 തരം ചമ്മന്തിയൊക്കെ റെഡിയായി. ഞങ്ങൾ നേരെ കൊണ്ടുവച്ചു. ഇങ്ങനെ ഞങ്ങൾ മാത്രമായിട്ട് രാത്രി ഫുഡ് കഴിക്കുകയാണെങ്കിൽ സെറ്റ് ചെയ്യുമ്പോൾ ഇരുന്നിട്ടാണ് ഫുഡ് കഴിക്കുക. അപ്പോൾ നമുക്കിങ്ങനെ വർത്തനൊക്കെ പറഞ്ഞ് TV കണ്ട് ഫുഡ് കഴിക്കാമല്ലോ. അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതെന്തിട്ടാ ചേമ്പ് പുഴുങ്ങിയതും ചമ്മന്തിയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുമെങ്കിലും നമ്മുടെ കൊള്ളിയിലൊക്കെ ടേസ്റ്റ് തന്നെ, അതേപോലെ നല്ല ടേസ്റ്റുള്ള ഫുഡ് തന്നെയായിരുന്നു. പേട്ടൻ പറയുന്നുണ്ടായിരുന്നു നമുക്ക് ഇനി ഇടയ്ക്ക് ഇതൊക്കെ ഉണ്ടാക്കാം. എൻ്റെ വീട്ടിൽ ഇടയ്ക്ക് ചേമ്പ് പുഴുങ്ങും വൈകുന്നേരം. പക്ഷെ എൻ്റെ വീട്ടിൽ ചേമ്പ് അതിനെ പൊടിയിട്ട് ഞാൻ കഴിച്ചിട്ടേ ഇല്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ തിരിക്കണം. നാളെ പുതിയ വീഡിയോ ആയിട്ട് വന്നേക്കും. ബായ്.